ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നും വാർത്താ ശൃംഖലകളിലൂടെ നമ്മളിപ്പോഴും മനസ്സിലാക്കുകയാണ്. അവിടെ അന്വേഷിച്ച സന്ദർഭത്തിലും അതുതന്നെയാണ് മനസ്സിലായത്. KSEB ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ച് പന്നികൾക്ക് അത് കടന്നുപോകുന്ന വഴിയിൽ ഷോക്കേറ്റ് പന്നിയെ കൊല്ലുന്നതിനു വേണ്ടി സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കുറ്റവാളി പ്രവർത്തനമാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ആ സംഭവം സന്ദർശിച്ച് എല്ലാ വസ്തുക്കളും വെച്ച് മാധ്യമങ്ങൾ തന്നെ ഇപ്പോഴും പുറത്ത് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇനിയും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിന് കരുതി വെച്ച സാധനങ്ങളും അതിൻ്റെ സമീപത്ത് തന്നെ കാണാൻ ഇടയായി. ഒരു മുള വടിയിൽ കെട്ടി ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ലൈനിൻ്റെ മേലെ ഇട്ട് അവിടുന്ന് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വൈദ്യുതി പ്രവഹിപ്പിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും ഇപ്പോഴും കണ്ടു. ഇപ്പോൾ തികച്ചും അനധികൃതമായ രീതിയിൽ നടത്തിയിട്ടുള്ള ഈ പ്രവൃത്തിക്ക് ഉത്തരവാദിയായ ആളെ ഏതാണ്ട് ഇപ്പോഴും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശദമായ ചർച്ചയിലൂടെ മാത്രമേ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ഫോൺ കോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശ്രദ്ധയോടെ പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിത്ര പെട്ടെന്ന് വാർത്തയാക്കുകയും രാഷ്ട്രീയായുധമാക്കുകയും ചെയ്തതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢോദ്ദേശം ഉണ്ടോ എന്ന കാര്യവും കൂടി ഇതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടും, സ്വാഭാവികമായിട്ട് പരിശോധിക്കപ്പെടും. ബഹുമാനപ്പെട്ട മന്ത്രി ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ സംഭവം നടന്ന ഉടനെ തന്നെ അവിടെ എത്തപ്പെടുന്ന ആളുകൾ ആസൂത്രിതമായ രീതിയിൽ എത്തപ്പെട്ടതാണോ, അതിനെ തുടർന്ന് നിലമ്പൂർ ഉൾപ്പെടെ നടന്നിട്ടുള്ള വാഹനം തടയൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. ഏതെങ്കിലും ഒരു സംഭവം നടന്നാൽ ഉടനെ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി അതിനെ ഉപയോഗിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിക്രമിക്കുന്നതിന്, കടന്നാക്രമിക്കുന്നതിന് ഇതുപോലുള്ള കാര്യങ്ങൾ, ദാരുണമായ സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനാത്മകമായ രീതിയിൽ വരുമ്പോൾ അതിന് മറുപടി പറയാൻ സ്ഥാനാർത്ഥി തയ്യാറില്ല. അത് സണ്ണിയാണ് പറയേണ്ടത് എന്ന് സണ്ണി ഏതോ ഒരു വിവരം വെച്ച് സണ്ണി പറയുക. നിഷേധിക്കുന്നതിന്റെ അപ്പുറത്ത് ഒരക്ഷരം പറയാൻ സണ്ണിക്ക് സാധിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് അതേയല്ല നിഷേധിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അവിടെ ഉണ്ടായ സംഭവങ്ങൾ ഓരോന്നോരും നമ്മൾ കൺമുമ്പിലുണ്ടല്ലോ. ആ കൺമുമ്പിലുണ്ടായ സംഭവങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇത് ഗവൺമെന്റിനെതിരായിട്ട് തിരിച്ചുവിടുന്ന ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം, അതിന്റെ പ്രവർത്തിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ അന്വേഷണത്തിലൂടെ ഇപ്പോൾ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. വനം വകുപ്പ് മന്ത്രി കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉൾപ്പെടെ പരിശോധിക്കണം. സ്റ്റാൻഡൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമല്ലേ. അതായത് ഇതിന്റെ പിന്നിൽ ഇപ്പോ പ്രവർത്തിച്ച പ്രതിയെ കിട്ടി. ആ പ്രതിയുടെ ഫോൺ കോൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെടെ എന്താണ് എന്നുള്ളത് വ്യക്തത വരും. ആ വ്യക്തത വരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. വന്യജീവി ആക്രമണവും കാര്യമൊന്നും ഇത് കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. അത് സ്വാഭാവിക, അതാണ് രാഷ്ട്രീയം. അല്ലാണ്ട് അവിടെ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ ഇവിടെ വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച വാഹനം തടയേണ്ട കാര്യം എന്താ ഉള്ളത്? അത് ബോധപൂർവമാണ്. ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ദുരന്തം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു രാഷ്ട്രീയമായ മറുപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാൻ
നൽകാൻ സാധിക്കുന്നില്ല, അവർക്ക് സാധിക്കുന്നില്ല, ഒരു കാര്യവും പറയാൻ പറ്റുന്നില്ല, ഒരു കാര്യം ഉന്നയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരം പോലെ ഇമാതിരിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ ആക്രമിക്കാൻ പുറപ്പെടുന്ന നില ശരിയായ നിലപാടല്ലോ. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന സംഘമുണ്ട് എന്തായാലും. അല്ല, KSEB അല്ലല്ലോ ഈ കണ്ടെത്തേണ്ടത്, അവരും കണ്ടെത്തണം. അതുപോലെ തന്നെ ആരൊക്കെ കണ്ടെത്തണോ? ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ, ഇതിന്റെ എല്ലാം ചൂടിൽ വരും. ആ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ്. അദ്ദേഹത്തിന്റെ വാർഡിലായി സംഭവം നടക്കുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. എല്ലാം പരിശോധിക്കട്ടെ, അതെല്ലാം വെച്ചുകൊണ്ടിനെ ഞാൻ പറയുന്നത്. എല്ലാം പരിശോധിക്കട്ടെ. ആ ആ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അവര് പറയുന്നതാണ് നിങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ടത്. അവരപ്പോൾ തന്നെ അവിടെ എത്തുന്നു, അപ്പോൾ തന്നെ ഇടപെടുന്നു, ഇവിടെ വഴി തടയുന്നു, ഉൾപ്പെടെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിക്കുന്നു. ആ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയവും ഗൂഢാലോചന എന്താ? ആ ഗൂഢാലോചനയാണ് അന്വേഷിക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, അതന്വേഷിക്കണം. ഒരു സ്വാഭാവികതയില്ല. നിങ്ങളാരും ഇതിന് അതാണ് ആ നാട്ടുകാർ ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ വാർത്തയിൽ? അവർ ചോദിച്ചല്ലോ, ഇതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരൊറ്റൊരുത്തം തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി ആകുന്നില്ല കേട്ടോ, അത് ഞങ്ങൾ സ്വാഭാവികമാണെന്ന് ധരിക്കണ്ട. പരിശോധിക്കുക പറഞ്ഞല്ലോ. അല്ല, അത് ഉറപ്പല്ലേ? അത് മനസ്സിലായില്ലേ പറഞ്ഞാൽ? നിങ്ങൾ പത്രപ്രവർത്തകനല്ലേ? അത് ഇത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഫോൺ കോൾ മനസ്സിലാക്കുന്നതോടുകൂടി ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതിനെ പകൽ വെളിച്ചം പോലെ മനസ്സിലാവൂലേ? അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്താ? നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താ? അങ്ങനെയാണ് നിങ്ങൾ ധരിക്കുന്നല്ലേ? അങ്ങനെ ഞാൻ ധരിക്കുന്നു എന്ന് ഞാൻ പറയണം. പിന്നെന്താ? അതൊക്കെ സാമാന്യ ബുദ്ധികൾ എല്ലാവർക്കും അറിയുന്നല്ലേ. ഒരു ഫോൺ പരിശോധിക്കുന്നു എന്ന് വന്നാൽ ഒരു പ്രതിയെ കിട്ടി, പ്രതിയെ പോലീസ് നിശ്ചയിച്ചു കഴിഞ്ഞു, അയാളുടെ ഫോൺ പരിശോധിക്കുന്നു പോലീസ് പറഞ്ഞു. അപ്പോൾ പോലീസ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാ പരിശോധിക്കുന്നത്? ഫോൺ എന്തിനാ? ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അതിൻ്റെ അകത്തുണ്ടോ നോക്കാനല്ലേ അത് പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിലെന്താ ഇത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ ഉന്നയിച്ചത്?